അല്ലല്ല, കളിച്ച് കളിച്ച് അരിപ്പാത്രത്തിന്റെ പുറത്തായോ അപ്പം എല്ലാവരുടെയും കളി? നിക്കു അവിടെ ഇന്ന് എന്തെടുക്കുവാ? അമ്മച്ചി അതൊക്കെ പറ. നിക്കു ചേച്ചിയുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത്. അവളവിടെ എന്ത് തരുന്നേ? അതെ, എന്നെ കൊണ്ട് എലിവശം തീറ്റിച്ച എലിയെ തെരഞ്ഞു പിടിക്കാൻ ഇറങ്ങിയേക്കോ നിക്കു ചേച്ചി. എന്തുവാ? നിന്നെ കൊണ്ട് ആര് ഏതെലി തീറ്റിച്ചെന്ന്? നീ തന്നെ തന്നെ എടുത്തു വെച്ച് തിന്നേലി എലിവശം? എടി പിങ്കു, ഒന്ന് പറ, കാര്യം എന്തുവാന്ന്? എന്റെ അമ്മച്ചി, അമ്മച്ചി എലിയെ കൊല്ലാൻ എലിക്കേറ്റ് വെച്ചില്ലേ, അത് തിന്നാതെ പോയ എലിയില്ലേ, അതിനെ പിടിക്കാൻ ഇറങ്ങിയേക്കുക. ആ എലി തിന്നാത്തോണ്ടല്ലോ അത് ഞാൻ എടുത്ത് തിന്നത്. അപ്പൊ ആ എലി എന്നെ കൊണ്ട് തീറ്റിച്ചതല്ലേ? 2-3 ദിവസം എന്നെ വട്ടാക്കി നടത്തിയ ആ എലിയെ പിടിച്ച് പ്രതികാരം ചെയ്യാതെ ഞാനും മിക്കു ചേച്ചി അടങ്ങത്തില്ല. ഒടുക്കത്തെ ബുദ്ധിയാ രണ്ടെണ്ണത്തിന്. എന്റെ അരിപ്പാത്രം വല്ലതും തള്ളിയിട്ടാലാ. അല്ല, ഇവിടെ ഇപ്പൊ ഒരെലി അല്ലല്ലോ, ഒരുപാട് എലി ഉണ്ടല്ലോ. ഇപ്പം ഏതെലിയാ പിങ്കുവിനെ കൊണ്ട് എലിക്കൊക്കെ തീറ്റിച്ചെന്ന് എങ്ങനെ അറിയാന്? ആരാന്നറിയാതെ നിങ്ങൾ ആരോടെ പ്രതികാരം ചെയ്യണേ? അത് ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പെട്ടെന്ന് വേണം കേട്ടോ. എന്നാലും പ്ലാൻ എന്തുവാന്ന് എന്നോടും കൂടെ ഒന്ന് പറയാ. അമ്മച്ചി വിഷമിക്കണ്ട, പിങ്കുമോൾ പറഞ്ഞുതരാം. ആദ്യം ഞങ്ങള് എല്ലാ എലികളെയും പിടിച്ച് പ്രതിപ്പട്ടിയെ ചേർത്തിട്ട് നിരത്തി നിർത്തും. എന്നിട്ട് ഞങ്ങൾ സ്മെൽ ടെസ്റ്റ് നടത്തും. സ്മെൽ ടെസ്റ്റോ? അതെന്തുവാ? അതായത് മണം പിടിച്ച് ഞങ്ങൾ പ്രതിയെ കണ്ടെത്തുമെന്ന്. ഞങ്ങൾ ഓരോരുത്തരെയും മണപ്പിക്കും. അവിടെ എലിക്കേക്കിന്റെ സ്മെല്ലില്ലാത്ത ആരോ അവനായിരിക്കും പ്രതി. അല്ല, അതിപ്പോ മാസം ഒന്നും ആയില്ലേ, സ്മെല്ലൊക്കെ കിട്ടുമോ ഇനി? ഞങ്ങൾ നായ്ക്കൾക്ക് അങ്ങനെ പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞൂടാ? എങ്കിൽ പോയി ഞങ്ങളെ പറ്റി ആദ്യം പഠിക്ക്, എന്നിട്ട് ചോദ്യങ്ങളോട്ട് വാ. എന്നാ ആയിക്കോട്ടെ, രണ്ടുപേരുടെയും പരിപാടി നടക്കട്ടെ. ഇല്ലേ, എനിക്ക് ഇവിടെ ഇരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കാനും സമയമില്ല, പിള്ളേർക്ക് സ്കൂളിൽ പോണം. രണ്ടെണ്ണം കൂടെ കോപ്രായോട്ട് ഇറങ്ങിയേക്കുവാ നേരം വെളുത്ത്. ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന പാട്ടകൾക്ക് എന്തെങ്കിലും സ്ഥാനമാറ്റം സംഭവിച്ച രണ്ടെണ്ണത്തിനും കാലി ഞാൻ തല്ലി ഓടിക്കും. ഞാൻ ഒരു കേസന്വേഷണം.